അതായത് എൻ്റെ പേര് ആഷിഖ് നാരായണൻ. ഞാനിവിടെ 2019 ബാച്ചിൽ വന്നത്. ഇപ്പോൾ ഇവിടെ ഫൈനൽ ഇയർ പാർട്ട് 1 ഇപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾ എന്നെ ക്ലാസ്സിലിരുത്തും. ഇയാൾ ക്ലാസ്സിലിരുത്തിയിട്ട് ഡോക്ടർ റാം ഇയാൾ ക്ലാസ്സിലിരുത്തിയിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് മറ്റേ എന്താ ഇതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി മൊത്തം രാമായണം പറയലാന്ന് ഇയാളുടെ പരിപാടി. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എന്നെ ഇങ്ങനെ ക്ലാസ്സിൽ എണീപ്പിച്ചിരുത്തിയിട്ട് എന്നെ ഫ്രണ്ടിൽ വരാൻ പറയും. നമ്മൾ ഫ്രണ്ട് റോയില ആമ്പിളർ ഇരിക്കുക. എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ട് ഒരു ബെഗറിന്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ട് ഒരു കോളനി ബെഗറിന്റെ ലുക്കില്ലേ. എന്നിട്ട് എന്റെ ചെരുപ്പ് കണ്ടിട്ട് പറഞ്ഞു ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവര് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കാം. എന്റെ കൂടെയുള്ളവരൊക്കെ, എന്റെ കൂടെ നിന്ന് പഠിച്ചവർക്കൊക്കെ ഇതറിയാം. എന്നിട്ട് അവസാനം ഇതൊക്കെ കേട്ട് അവസാനം ഫസ്റ്റ് ഇയർ എങ്ങനെ ലോ നീക്കി കഴിഞ്ഞു. പിന്നെ തേർഡ് ഇയർ എത്തിയപ്പോ പിന്നും ഇവനെ എനിക്കറിയാം, ഇവൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ട് എന്നെ കയറിയ 5 മിനിറ്റ് കയറിയ ഇയാൾ എന്നെ എണീപ്പിച്ചിട്ട് നീ പോയിക്കോ, നീ ഗെറ്റ് ഔട്ട് ആയിക്കോന്നു. കേട്ട് പഠിച്ചിട്ട് പിന്നെ ഞാനും പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവസാനം എൻ്റെ അറ്റൻഡൻസ് അങ്ങനെ കുറെ കുറഞ്ഞു. എനിക്ക് പിന്നെ കയറാനേ മടിയായി. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അറ്റൻഡൻസ് നീക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തേക്ക് ഇയാൾ അതിനും തരില്ല അറ്റൻഡൻസ്. അവസാനം അറ്റൻഡൻസ് ഷോർട്ടായിട്ട് ഞാൻ മൊത്തം ഇരുന്ന് അറ്റൻഡൻസ് ഒരാഴ്ച മൊത്തം 9 to 5 ഇരുന്ന് ഞാൻ എന്താ പറയുക തിങ്കൾ മുതൽ ശനി വരെ ഇരുന്നിട്ട് അറ്റൻഡൻസ് എങ്ങനെയല്ലോ ക്ലിയർ ആക്കിയിട്ട് വൈവ കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വൈവ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ പറയും നീ വൈവ കൊടുക്കണ്ട, എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസ് ഒന്നും അത്ര ശരിയല്ല, നീ വൈവ കൊടുക്കണ്ട, നീ പ്രാവശ്യം എഴുതണ്ട, നീ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നില്ല എന്ന് നീ പറയണം തേർഡ് ഇയർ എക്സാം. ഇല്ലെങ്കിൽ നീ അഥവാ എഴുതുവാണെങ്കിൽ ഞാൻ നിന്നെ പ്രാക്ടിക്കൽ പൊട്ടിക്കും. നീ പ്രാക്ടിക്കൽ ഇപ്പം മാത്രമല്ല പിന്നെ അങ്ങോട്ടും പൊട്ടിക്കും. പകരം നീ ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് അടുത്ത പ്രാവശ്യം നീ വന്നിട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പാസ് ചെയ്യാം. ഇത് എന്ത് രസമാണെന്ന് എനിക്കറിയില്ല. ഇയാൾക്ക് എന്ത് സന്തോഷം ഇത് ചെയ്തിട്ട് കിട്ടും. എന്തൊക്കെ ഗെയിം ആയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ അങ്ങനെ എഴുതി. ഇത് ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് എനിക്ക് തന്ന അന്നത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസും കാരണമാണ് എന്നെ എഴുതിക്കാത്തത്. അതായത് അല്ലാതെ എൻ്റെ വർക്കോ അങ്ങനെയൊന്നല്ല, എന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അവസാനം അങ്ങനെ ഈ ബാക്കായി 6 മാസം ബാക്കായിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഓരോ വൈവ് ഇങ്ങനെ കൊടുത്ത് അവസാനം ഞാൻ എഴുതിയപ്പോഴത്തേക്ക് പ്രാക്ടിക്കലിനും പോയി, പ്രാക്ടിക്കലിന് കയറി, പ്രാക്ടിക്കൽ എക്സ്റ്റേണൽ വൈവ് ആയിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഇയാൾ പിന്നെ എന്നെ സൈഡോട്ട് വിളിച്ചു കയറ്റിയിട്ട് ഒറ്റ സ്റ്റാഫ് റൂമിന്റെ സൈഡിലത്തെ റൂമിൽ സ്റ്റാഫ് സെൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ അന്നേരം എക്സാം എഴുതാൻ വന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ നിർത്തിയിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ മുടി കെട്ടി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. മുടി കെട്ടി വെച്ചിട്ട് പോയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അയാൾ എന്റെ ഫോൺ എടുപ്പിച്ചു. എന്റെ ഫോൺ വിളിച്ചു, നീ പണ്ടൊരു ഹോളിവുഡ് സിനിമ കണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോക്കലിപ്റ്റോ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ട് അതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിനെ കാണിച്ചിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ ഈ ആദിവാസി ചെക്കനെ പോലെയുണ്ട്, നിന്നെ കാണാൻ ഈ ആദിവാസി ക്യാരക്ടറിനെ പോലെയുണ്ട്, നീ ട്രൈബൽ ലുക്ക് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കന്ന് തീരെ പറ്റിയില്ല. പിന്നെ അവസാനം ഞാൻ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അപ്പൊ എക്സ്റ്റേണൽ വൈവ നിന്റെ റീവൈവ നടത്തുമെന്ന് പറഞ്ഞു. അതായത് നീ ഇപ്പം മിണ്ടിയാലിപ്പോ റീവൈവ നടത്തും, ഇല്ലെങ്കിൽ 10 ചോദ്യം അധികം ചോദിപ്പിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സും ചിരിച്ചേ പറ്റൂ. അവർ ചിരിച്ചിട്ടില്ലെങ്കിൽ അവരടുത്ത ടാർഗറ്റായി മാറും. പിന്നെ അതിനെക്കാട്ടി നല്ലത് അന്നേരം ഞാനും അങ്ങ് ചിരിച്ച് തള്ളി വിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇത് പണ്ടാരം തീർന്നു കിട്ടിയാൽ മതിയായി. ഭാഗ്യത്തിന് പാസ്സായി. പിന്നെ ഇനി അയാളെ കാണേണ്ട ആവശ്യമില്ല. പേടിച്ചോണ്ടെന്നല്ല, ഇതിന് മുന്നേ 2017 പഠിച്ചൊരു ഏച്ചിയുണ്ട്. ഈ ഏച്ചിന്റെ ഫാദറിന്റെ കൂടെ കറങ്ങാൻ പോയപ്പോഴത്തേക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലത്തെ സ്റ്റാഫ് കണ്ടിട്ട് ഈ ചേച്ചിനെ അറ്റ ഇങ്ങനെ കളിയാക്കണം, അവിടെ നിന്നൊരാളെ കൂടെ കണ്ടല്ലോ എന്ന്. അപ്പൊ ഈ ചേച്ചി പറഞ്ഞല്ല എന്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് ചേച്ചി തിരിച്ചു പറഞ്ഞു, നിനക്ക് ഇത്രക്കും തണ്ടായോ എന്ന് പറഞ്ഞിട്ട് ആ ഏച്ചിനെ മറ്റേ എന്താ പറയാ 2.5 കൊല്ലം ഇരുത്തിച്ചു. അതൊക്കെ നമ്മൾ കേട്ട് വരുന്നു. പേടിയുണ്ട്. ഈ ഒരു ചെറുതായിട്ടൊന്ന് തിരിച്ചറിഞ്ഞതിന് 2.5 കൊല്ലം ഇരുത്തിക്കാന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഈ ഒന്ന് പ്രതികരിച്ചാല് പിന്നെ നമ്മള് 2-3 കൊല്ലൊക്കെ ഇരുന്ന പിന്നെ കോഴ്സ് ചെയ്യണ്ടേ. 9 കൊല്ലത്തൊരു ലിമിറ്റും ഉണ്ട് കോഴ്സിന്. 9 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മള് കോർട്ട് കേസായി, പിന്നെ മറ്റേ മേഴ്സി ചാൻസ് ആയി. ഇതിനു മുന്നേ എങ്ങനെയെങ്കിലൊക്കെ തീർക്കണ്ടേ, സഹിച്ച് കടിച്ച് തീർക്കാന്നല്ലാണ്ട്. എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പം സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഫസ്റ്റ് ഇയർ പറഞ്ഞില്ല ആ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ഇയർ ഞാൻ കയറി ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി ഞാൻ റെപ്പായിരുന്നു. അപ്പോൾ ടാർഗറ്റ് ഫുൾ ടൈം ഞാൻ, എന്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവലുണ്ട്. മെയിൻ ആയിട്ട് ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തോന് ഇവിടെ പേഷ്യന്റ് ഫ്ലോ ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ സീനിയേഴ്സിന് ചിലപ്പം പേഷ്യന്റ് ആയിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനത്തെ എക്സാം കേസിനൊക്കെ പോകേണ്ട അവസരത്തിൽ ചിലപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ടായിരിക്കും വേണ്ട പോകേണ്ടി വരിക. പക്ഷെ സ്റ്റിൽ പെർമിഷൻ എടുത്തിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയാൽ തന്നെ അന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ പോയത്. അത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ലൈക്ക് എന്റെ ഫ്രണ്ടിനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം എന്റെ പോക്കറ്റിന്റെ ചെറിയൊരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെറുതായിട്ട് വിട്ടതുകൊണ്ട് നീ പോക്കറ്റ് പിന്നെയും തുന്നിക്കോന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഫുള്ളായിട്ട് വലിച്ചു കയറി.
അതൊക്കെ കുറച്ച് ഭയങ്കര ഹറാസ്മെന്റ് ആയി തോന്നി. അന്ന് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ബാക്കി ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ലൈക്ക് അത് പിന്നെ വിട്ടു. ആൻഡ് എന്റെ ഫ്രണ്ടിനെ കുറച്ച് ലൈക്ക് അവൻ കുറച്ച് സൈസ് ഉള്ളത്, അപ്പൊ അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല, ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ലൈക്ക് ഇങ്ങനെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു, നിന്നെ കാണാൻ അഗ്ലിയാണ്, ലൈക്ക് നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അവളെന്റെ ഊങ്ങിയതാ, ആൻഡ് അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഒന്നല്ലെങ്കിൽ അടുത്ത ആളെ പേര് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും ഈ കാര്യത്തിൽ. ആൻഡ് റാം സാർ ഇതില് ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറെ ഇങ്ങനെ സ്റ്റാഫ് ഉണ്ട്, എല്ലാ സ്റ്റാഫിനും ഞാൻ പറയുന്നില്ല. ആൻഡ് കുറെ സ്റ്റാഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് റാം സാർ എന്ന് പറഞ്ഞാൽ ഗേൾസിനെയും ബോയ്സിനെയും ഒരു വേദനയും ഇല്ലാണ്ട് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി അടക്കം ഇവിടെ ട്രോമറ്റൈസ്ഡ് ആക്കുന്ന സ്റ്റാഫ് കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ കുറെ സ്റ്റാഫിലൊക്കെ പണിഷ്മെന്റ് ആയിട്ട് 20,000 ബുക്ക് വാങ്ങിപ്പിക്കുക, പിന്നെ 2000 പേജിലെ ബുക്കൊക്കെ എഴുതിക്കുക. നമുക്ക് ലൈക്ക് വേറെ പണിഷ്മെന്റ് ലൈക്ക് ചെറിയ കാര്യങ്ങളൊന്നും കൊടുക്കാണ് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേര് അങ്ങ് ഡൗൺ ആയി പോവുകയാണ്, ഒന്നും ചെയ്യാനില്ല ആർക്കും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിനി മേലേക്ക് ഇയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പേടി കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ 2015 മുതലുള്ള ബാച്ച് ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് അത്രയും ബാക്കൗട്ട് ആക്കി, ഈ സ്റ്റാഫ് കാരണമൊക്കെ ബാക്കൗട്ട് ആക്കിയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് അറിയുന്നതുകൊണ്ട് ആരും ഒന്നും മിണ്ടാത്തതാണ് ഈ കാര്യത്തിൽ. എന്റെ പേര് ആൽബിൻ. ഞാൻ ഇവിടെ 24 ബാച്ചിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. പിന്നെ ഈ ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിച്ചായിട്ട് പിള്ളേർ പറയുന്നില്ലേ, അത് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ക്ലാസ്മേറ്റ്, ഞാൻ അതിന് സാക്ഷിയാണ്. ഇത് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ടിനെ അയാളുമായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് പിഗ്. എന്റെ ഒരു മറ്റെന്താ പറയാ, ഒരു വേറെ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവള് പെണ്ണാണ്. അവൾ ഈ ക്ലാസ്സിൽ എണീപ്പിച്ച് നിന്നിട്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്ലാക്ക് കൗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ അവസാനം കരഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അയാൾ പോയതിന് ശേഷം ഇയാളെ മുന്നിൽ നിന്ന് കരയാൻ വരെ ആ കുട്ടിക്ക് പേടിയാകും. കടിച്ചു പിടിച്ചിട്ട് ഇയാൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ പെണ്ണിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ പെണ്ണ് പിന്നെ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കുവാണെങ്കിൽ എന്താ അവസ്ഥ? ഇയാൾ എന്നെ വിളിക്കും, ഓ യു ആർ ലുക്കിംഗ് സോ ബ്ലാക്ക് മാത്രല്ല, ഒരു പോയിന്റിന് ശേഷം വെളുത്താൽ ഇയാൾ എന്റെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വേറൊരു ഫ്രണ്ടിനെ വൈറ്റ് കോക്രോച്ച് എന്ന് വിളിക്കും. ഒരു പരിധിക്ക് ശേഷം വെളുത്താൽ വൈറ്റ് കോക്രോച്ച്, ഒരു പരിധിക്ക് ശേഷം മെലിഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റ്, എൻഡോസൾഫാൻ, ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. എനിക്കറിയില്ല. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം.